നമസ്തേ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പടിഞ്ഞാറേ നടയിൽ വസിച്ചു വരുന്ന HARS മണി അവരുടെ വീട്ടിൽ ഒരുക്കിയിരിക്കുന്ന ബൊമ്മക്കൊലുവാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇവിടെ 9 തട്ടുകളായാണ് ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത്. ബൊമ്മക്കൊലുവിൽ വെക്കുന്ന പടികൾ ഓഡ് നമ്പേഴ്സിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ, ഈവൻ നമ്പേഴ്സിൽ വെക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ 9 തട്ടുകളായി ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത്. ഫസ്റ്റ് തട്ടിൽ നമ്മൾ ശ്രീ ലക്ഷ്മി, സരസ്വതി, ഗണപതി, നമ്മുടെ ഗുരുവായൂരപ്പൻ എന്നിവരെയാണ്, ചോറ്റാനിക്കര ദേവി എന്നിവരെയാണ് മുകളിലെ തട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ തട്ടിൽ ശ്രീ ബാലാംബിക, കരുമാരിയമ്മൻ, വീണ്ടും ലക്ഷ്മി, സരസ്വതി, മുരുകൻ എന്നിവരെയാണ് ഒരുക്കിയിരിക്കുന്നത്. മൂന്നാമത്തെ തട്ടിൽ വരുമ്പോൾ അഷ്ടലക്ഷ്മി ദേവിമാരും അന്നപൂർണി ദേവിയും ശ്രീരാമൻ, ലക്ഷ്മണൻ, സീത, ഹനുമാൻ വരുന്ന ശ്രീരാമ പട്ടാഭിഷേക സെറ്റും ബാക്കിൽ ത്രിമൂർത്തികളുടെ സെറ്റുമാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരനാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. നാലാമത്തെ സെറ്റിൽ വരുമ്പോൾ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനം, പരശുരാമം, ശ്രീരാമം, ബലരാമം, ശ്രീകൃഷ്ണൻ, കൽക്കി, ദശാവതാരം, കൂടെ ശ്രീബുദ്ധൻ, രാഘവേന്ദ്രൻ തുടങ്ങിയ ആൾക്കാരെയാണ് നമ്മൾ നാലാമത്തെ പടികളിൽ ഒരുക്കിയിരിക്കുന്നത്. അഞ്ചാമത്തെ പടിയിൽ അർദ്ധനാരീശ്വരൻ, അയ്യപ്പൻ, വാരാഹി ദേവി, ശ്രീ വരാഹമൂർത്തി, ലക്ഷ്മി വരാഹമൂർത്തി, സമയപുരം മാരിയമ്മൻ, മീനാക്ഷി അമ്പാൾ ഇവരെയൊക്കെയാണ് നമ്മൾ അഞ്ചാമത്തെ തട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ആറാമത്തെ തട്ടിൽ വരുമ്പോൾ ശ്രീ മുരുകന്റെ 6 പടൈ വീട് ആണ് നമ്മൾ അവിടെ ബൊമ്മക്കൊലുവായി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ തമിഴ്നാട്ടിലെ പ്രശസ്തമായ ഉപ്പിലിയപ്പൻ വിഷ്ണു ക്ഷേത്രമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഏഴാമത്തെ പടിയിൽ നമ്മൾ കുബേരന്റെ സെറ്റും ശ്രീ കാഞ്ചി കാമാക്ഷിയും, നമ്മുടെ പത്മനാഭസ്വാമിയുടെ ഗോപുരം, പഞ്ചപാണ്ഡവർ, വെള്ളിക്കുതിരയിൽ കുമാരസ്വാമി വരുന്ന ബൊമ്മകളുമാണ് ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ താഴെ ഗജേന്ദ്രമോക്ഷം, ശ്രീ അയ്യപ്പൻ, ശബരിമലയിലെ അയ്യപ്പൻ, തിരുവണ്ണാമലൈ, രുക്മിണി, പാണ്ഡുരംഗൻ, രുക്മാണി എന്നിവരെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും താഴത്തെ പടിയിൽ വരുമ്പോൾ ശ്രീ മുരുകൻ്റെ, ആറുമുഖൻ്റെ കല്യാണം, നമ്മുടെ ഒരു കച്ചേരി സെറ്റ്, പിന്നെ സൂര്യഭഗവാന്റെ ഒരു ബൊമ്മയും കൂടെയാണ് നമ്മൾ ഈ ഒരു 9 തട്ടുകളായി ഒരുക്കിയിരിക്കുന്നത്. 9 തട്ടുകൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബൊമ്മകളുടെ നീളം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഒരുക്കാവുന്നതാണ്. നമുക്കിവിടെ പടിയിൽ തികയാത്തത് കൊണ്ടാണ് നമ്മളിവിടെ ബാക്കി ബൊമ്മക്കൊല്ലു ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ആദ്യം വെച്ചിരിക്കുന്നത് ചെട്ടിയാർ, ചെട്ടിച്ചി എന്നിവരാണ്. ഇവരാണ് തമിഴ്നാട്ടിലെ സാധനങ്ങളെല്ലാം, നവരാത്രിക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ എല്ലാം വിൽക്കുന്നത്. പച്ചക്കറി, ഫ്രൂട്ട്സ്, ഈ നവധാന്യങ്ങൾ 9 ദിവസത്തെ പ്രധാന വിശേഷമായ നവരാത്രിയിൽ 9 ദിവസവും ഓരോ ധാന്യങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ പ്രസാദം നൽകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള 9 ധാന്യങ്ങളാണ് ഇവർ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. ബാക്കിൽ ബ്രാഹ്മിൻസിന്റെ കല്യാണ സെറ്റാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ബാക്കിൽ കരകാട്ടം, തമിഴ്നാട്ടിലെ ഫേമസ് ആർട്ടായ കരകാട്ടമാണ് ബാക്കിൽ വെച്ചിരിക്കുന്നത്. അത് ശ്രീ ശിവപെരുമാന്റെ കല്യാണം. ഇത് ലങ്കാദഹനം, ഹനുമാനും രാവണന്റെ സദസ്സിലെ ലങ്കാദഹനമാണത്. പിന്നെ ആറുമുഖൻ വന്ന കാർത്തികൈ പെൺകൾ 6 മുരുകന്റെ, അതാണ് നമ്മളവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ വിളക്ക് പൂജ, പിന്നെ തമിഴ്നാട്ടിലെ ഫേമസ് ഫെസ്റ്റിവലായ പൊങ്കൽ, ഇതൊക്കെയാണ്. പിന്നെ ഇത് നമ്മുടെ അർജുനന് കൃഷ്ണൻ ഗീതോപദേശം കൊടുക്കുന്നതിന് ശേഷം കാണിച്ച വിശ്വരൂപമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. നവരാത്രി ബൊമ്മകളിലെ ഏറ്റവും പ്രധാനമായ ഒരു ബൊമ്മയാണ് മരപ്പാച്ചി ബൊമ്മ എന്ന് പറയുന്നത്. ഈ മരപ്പാച്ചി ബൊമ്മ ഉണ്ടാക്കിയിരിക്കുന്നത് രക്തചന്ദനം കൊണ്ടുള്ള ഒറ്റ തടിയിലാണ് ഈ ഒരു മരപ്പാച്ചി ബൊമ്മ നിർമ്മിച്ചിരിക്കുന്നത്. ഈ നവരാത്രികളിൽ ബ്രാഹ്മിൻസിൻ്റെ ട്രഡീഷണലിൽ ഏറ്റവും കൂടുതൽ ഒരു പങ്ക് വഹിക്കുന്ന ഒരു ബൊമ്മയാണ് ഈ മരപ്പാച്ചി ബൊമ്മ എന്ന് പറയുന്നത്. എൻ്റെ പേര് അക്ഷയ. ഞാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നടയിലാണ് വസിക്കുന്നത്. ശ്രീ ആനന്ദരാമ സുബ്രഹ്മണ്യ അവരുടെ ചെറുമകളാണ് ഞാൻ. ഞങ്ങളുടെ വീട്ടിൽ ഒരുക്കിയിരിക്കുന്ന ബൊമ്മക്കൊലുവാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. 2019 മുതൽ ഞാൻ ഒരുക്കി വരുന്ന ഒരു ദേവിയാണ് ഈ കാണുന്നത്.
ഞാൻ 2019 ആദ്യമായി ഒരുക്കിയത് ഒരു ബാലാംബികേനായിരുന്നു. അതിനുശേഷം 9 ദിവസങ്ങളിലെ 9 ദേവിമാരെയാണ് ഒരുക്കിയിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കൈലാസം ആണ് ഒരുക്കിയിരുന്നത്. ഇപ്രാവശ്യം ഞാനിവിടെ ഒരുക്കിയിരിക്കുന്നത് സപ്തമാതാക്കളെയാണ് ഞാനിവിടെ ഒരുക്കിയിരിക്കുന്നത്. സപ്തമാതാക്കളുടെ കഥ എന്ന് പറയുന്നത് അന്ധകാസുരനെ വധിക്കാൻ വേണ്ടി അവതാരമെടുത്ത 7 സ്വരൂപമാണ് ഈ സപ്തമാതാക്കൾ എന്ന് പറയുന്നത്. അന്ധകാസുരന് ഒരു വരമുണ്ടായിരുന്നു. അന്ധകാസുരൻ്റെ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ഓരോ അസുരന്മാർ വരുമെന്ന്. അതേപോലെ മഹാദേവനും അന്ധകാസുരനും തമ്മിലുള്ള യുദ്ധത്തിൽ അന്ധകാസുരൻ്റെ കാല് മുറിയുകയുണ്ടായി. അതിൽ നിന്ന് ഓരോ തുള്ളി രക്തത്തിൽ നിന്ന് വന്ന അസുരന്മാരെ വധിക്കാൻ വേണ്ടിയാണ് ഓരോ ദേവന്മാരുടെയും സ്ത്രീ രൂപമായി ഈ 7 ദേവതകൾ പ്രത്യക്ഷപ്പെട്ടത്. അതിൽ ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത് ബ്രഹ്മാവിൻ്റെ സ്ത്രീരൂപമായ ബ്രാഹ്മണിയാണ്. ബ്രഹ്മദേവൻ എന്തൊക്കെ ആയുധങ്ങളാണോ ഉള്ളത്, എന്ത് വാഹനമാണോ ബ്രഹ്മദേവൻ ഉപയോഗിക്കുന്നത്, അത് തന്നെയായിരിക്കും ബ്രാഹ്മണിയുടെയും രൂപം. കമണ്ഡലം, മുത്തുമാല, ബുക്ക് ആൻഡ് താമര, അന്നമാണ് ബ്രാഹ്മണിയുടെ വാഹനം. വരാഹമൂർത്തിയുടെ സ്ത്രീരൂപമാണ് വാരാഹി. വാരാഹി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് വരമഞ്ഞൾ കൊണ്ടുള്ള മാല. പിന്നെ ദേവിയുടെ പാശം, അങ്കുശം, ശംഖ്, ചക്രം തുടങ്ങിയ ആയുധങ്ങളും ദേവി കയ്യിൽ കൊണ്ടിരിക്കുന്നു. മൂന്നാമതായി ഇന്ദ്രദേവന്റെ സ്ത്രീരൂപമായ ഇന്ദ്രാണി. ഇന്ദ്രദേവൻ എന്താണോ വാഹനം അത് തന്നെയാണ് ഇന്ദ്രാണി ദേവിക്കും. താഴെ ആനയാണ്, ഐരാവതമാണ് ദേവിയുടെ വാഹനം. നാലാമത് ചാമുണ്ഡി. ചാമുണ്ഡി എന്ന് പറയുന്ന പേരിൽ മാത്രമല്ല യമി എന്ന പേരിലും ദേവി അറിയപ്പെടുന്നു. ചണ്ഡമുണ്ടനെ നിഗ്രഹിക്കുന്നത് കൊണ്ടാണ് ചാമുണ്ഡി എന്ന ദേവി അറിയപ്പെടുന്നത്. താഴെ ചണ്ഡനും ദേവിയുടെ കയ്യിൽ മുണ്ടനുമാണ്. ചണ്ഡമുണ്ടൻ കൊണ്ട് ദേവി നിഗ്രഹിച്ചതിന് ശേഷം ദേവിയെ ചാമുണ്ഡിയായി അറിയപ്പെടുന്നു. ദേവിക്ക് 10 കൈകളും 10 ആയുധങ്ങളുമാണ് ദേവിയുടെ കയ്യിൽ കൊള്ളുന്നത്. അടുത്തത് എന്ന് പറയുന്നത് ശ്രീ മഹാദേവന്റെ സ്ത്രീരൂപമായ മഹേശ്വരിയാണ് നമ്മളിവിടെ കാണുന്നത്. മഹാദേവന്റെ വാഹനമായ നന്ദിയും ഡമരുവും ത്രിശൂലവുമാണ്. ജടാമുടി ധരിച്ച ദേവിയാണ് നമ്മുടെ മഹേശ്വരി. ആറാമതായി നമ്മൾ കാണുന്നത് ശ്രീ മഹാവിഷ്ണുവിന്റെ സ്ത്രീരൂപമായ വൈഷ്ണവിയാണ്. ആഭരണ വിഭൂഷിതൻ. നമ്മുടെ മഹാവിഷ്ണു എങ്ങനെയാണോ ആഭരണ വിഭൂഷിതനായി ഇരിക്കുന്നത്, അതേപോലെ വൈഷ്ണവി ദേവിയും ആഭരണ വിഭൂഷിതയാണ്. കയ്യിൽ ശംഖ്, ചക്ര, ഗദ, പത്മമാണ് ദേവിയുടെ ആയുധങ്ങൾ. ഗരുഡനാണ് ദേവിയുടെ വാഹനം. അവസാനമായി നമ്മൾ കാണുന്നത് കൗമാരിയെയാണ്. കുമരന്റെ സ്ത്രീരൂപം, ശ്രീ മുരുകന്റെ സ്ത്രീരൂപമാണ് കൗമാരി. വാഹനം മയിലാണ്, കയ്യിൽ വേലാണ് ദേവിയുടെ ആയുധം. ഇതാണ് ഈ 7 സപ്തമാതാക്കളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. जगज्जननी पाहि जगज्जननी पाहि मां पाहि जगज्जननी पाहि मां करुणया पंकेरुह नयने पाहि जगज्जननी पाहि मां करुणया पंकेरुह नयने पाहि जगज्जननी जननी वासिनी तव तुदे विरद कुचलमयी वासिनी तव तुदे विरद कुचलमयी देहि तमकमेव मोहनदमे रामे पाहि जगत्
करुणया पङ्गेरुह नयने पाहि जगत् जननी जननी निरुपम सुन्दरी भक्तजनाभरः कल्पगवल्लरी अम्बिके सुगुणमौलि विराजित पदयुगणे भुवनत्रयवर गायिके तिलसुममदार तिलसुममदहर मोहनदर निज नासिके दीर्घजनापसुवन्नभयन्दुन नीरद कान्ति समानगे सारस कृतनिलये सारस कृतनिलये परमपदये प्रहृदवलये मुनिगे पाहि जगत् जननी पाहि मां करुणया पङ्गेरुह नयने पाहि जगत् जननी जननी निरुपम सुन्दरे भक्तजनाभरः कल्पगवल्लरी अम्बिके सुगुणमूलि विराजित पदयुगणे भुवनत्रयवर नायिके विजरय शुभमयि तिलसुममदर मोहनदर निज नासिके दीर्घजनापसुवन्नभयन्दुन नीरद कान्ति समानके सारस कृतनिलये सारस कृतनिलये परमपदये प्रहृदवलये मुनिगे पाहि जगत् जननी पाहि मां करुणया पङ्गेरुह नयने पाहि जगत् जननी जननी श्रीश पद्मनाभ पाहि देव देव मां श्रीश पद्मनाभ पाहि देव देव मां जय जय श्रीश पद्मनाभ पाहि देव देव मां जय जय श्रीश पद्मनाभ पाहि देव देव मां जय जय श्रीश पद्मनाभ पाहि देव देव मां
മാം